നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്ര 2025 ഏപ്രിൽ 15 ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരവീതിയിൽ സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. കേരളത്തിലെ മലനിരകളിൽ വളരെ പ്രാധാന്യമുള്ള 6 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്ന ഞങ്ങളുടെ ഗ്രാമത്തെ കാറി ഉടമ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയും ആ ഗ്രാമത്തെ ലോക നിലവാരമുള്ള ടൂറിസം മേഖലയാക്കി മാറ്റണമെന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ നീതി ലഭിക്കുന്നതിനായി 2017 ജൂൺ 5 ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ മുന്നിൽ സമരം ആരംഭിച്ചത്. 2017 പുറലോകം അറിയാതെ പോയ 16 ദിവസത്തെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് സമരം ലോക മണ്ടത്തരമാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ തൽക്കാലം ഞങ്ങൾ സമരം നിർത്തിവെച്ചെങ്കിലും ഞങ്ങളിപ്പോഴും സെക്രട്ടേറിയറ്റ് സമരത്തിലാണ്. എൻ്റെ ഭാര്യ ശ്രീകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി 2.5 വർഷക്കാലം ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ 2023 ജൂൺ 30 മുതൽ ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് സമരത്തിലാണ്. അമ്മ നിച്ചര് മണ്ണത്തരമായി പോയോ? ബഹുമാന്യരായ ഭരണവർഗമേ, നീതിപീഠമേ, മാധ്യമപ്രവർത്തകർ, ഈ ആധുനിക ശാസ്ത്രയുഗത്തിൽ അന്ധവിശ്വാസങ്ങളിലും കെട്ടുകഥകളിൽ അടിമപ്പെട്ട ജനസമൂഹത്തെ ചൂഷണം ചെയ്ത് രാഷ്ട്രത്തെയും ജനങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ രാഷ്ട്രത്തെയും ജനങ്ങളെയും ജീവപരമ്പരയും ഈ ഭൂഗോളത്തെയും സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ധീരതയോടെ പോകണം. ആഴ്ചകളും മാസങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഞങ്ങളുടെ സമരം ലോക മണ്ടത്തരമാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരം ജനങ്ങളെ അറിയിക്കുന്നതിനായി സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിക്കുന്ന ഞങ്ങളുടെ ഈ സമരയാത്ര കേരളത്തിലെ നഗര ഗ്രാമ തെരുവുകളിലൂടെയാണ്. ബഹുമാന്യരായ കേരള മുഖ്യമന്ത്രി DGPയെ അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരയാത്ര. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. സ്നേഹാലയ സ്വാമിനാഥൻ ഫേസ്ബുക്കിൽ അച്ഛനെഴുതി വിവിധ വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ